പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി നിലനിൽക്കുകയാണ്. സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ ശക്തമായ ഇടപെടലുകൾക്കിടയിലും മേഖലയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു. ഇത് കേവലം ഒരു വിദേശ നയ പ്രശ്നമല്ല, മറിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെയും ലക്ഷക്കണക്കിന് പ്രവാസികളുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യയിലെ സ്ഥിരത ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യമാണെന്ന് മോദി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ ആഹ്വാനങ്ങളെയെല്ലാം തള്ളിക്കളയുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യുദ്ധം വെറും തോക്കുകൾക്കും മിസൈലുകൾക്കും ഇടയിലുള്ള പോരാട്ടമല്ല, അത് പ്രിയപ്പെട്ടവരുടെ ഒരു കോളിനായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുടെ ആകുലത കൂടിയാണ്. പശ്ചിമേഷ്യയിൽ വെടിമരുന്നിന്റെ ഗന്ധം പടരുമ്പോൾ കേരളത്തിലെ ഓരോ പ്രവാസി വീടുകളും ഇന്ന് ഉറക്കമില്ലാത്ത രാത്രികളിലാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലായ 1 കോടിയോളം പ്രവാസികളുടെ സുരക്ഷയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലോകത്തിന്റെ ഊർജ്ജസിരയായ ഹോർമൂസ് കടലിടുക്കിനെ സംബന്ധിച്ചാണ് ഇന്ത്യയുടെ മറ്റൊരു പ്രധാന ആശങ്ക. ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക നീക്കത്തിന്റെ 30% നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. പ്രതിദിനം ഇന്ത്യ ഉപയോഗിക്കുന്ന 55 ലക്ഷം ബാരൽ എണ്ണയുടെ പകുതിയിലേറെയും വരുന്നത് ഇതിലൂടെയാണ്. എന്നാൽ ഇറാൻ ഈ പാത അടച്ചാൽ ഇന്ത്യയുടെ ഊർജ മേഖല അവതാളത്തിലാകും. സംഘർഷം മുറുകിയാൽ ഉണ്ടാവാൻ പോകുന്ന സാമ്പത്തിക ആഘാതങ്ങൾ വലുതാണ്. 1, അസംസ്കൃത എണ്ണയ്ക്കൊപ്പം സ്വർണം, വെള്ളി എന്നിവയുടെ വില കുതിച്ചുയരും. 2, കേരളത്തിൽ നിന്നുള്ള ഏലം, ഉത്തരേന്ത്യയിൽ നിന്നുള്ള ബസുമതി അരി എന്നിവയുടെ കയറ്റുമതിയെ ഇത് സാരമായി ബാധിക്കും. 2024 ഏകദേശം ലക്ഷക്കണക്കിന് ടൺ അരിയാണ് ഇന്ത്യ ഇറാനിലേക്ക് അയച്ചത്. 3, ചെങ്കടൽ പാത തടസ്സപ്പെട്ടാൽ കപ്പലുകൾക്ക് ആഫ്രിക്കയിലെ കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഇത് യാത്രാ സമയം 20 ദിവസം വരെ വർദ്ധിപ്പിക്കുകയും ചരക്കു നീക്കത്തിന് ഏകദേശം 50% അധിക ചിലവ് വരുത്തുകയും ചെയ്യും. ഇറാനിലെ ചാമ്പഹാർ തുറമുഖത്തും നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിലും ഇന്ത്യ നടത്തിയിട്ടുള്ള വൻ നിക്ഷേപങ്ങൾ ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഓരോ സ്ഫോടനവും ഇന്ത്യയുടെ വിപണിയിലും അടുക്കളയിലും വരെ പ്രതിഫലിക്കുമെന്നതാണ് വാസ്തവം.